നമസ്കാരം. വളരെ കാലമായിട്ട് ഉച്ചഭക്ഷണം കഴിക്കാറ് കാരന്തൂർ ലിസിയിലാണ്. അപ്പം കുറച്ചു കാലമായി ഇപ്പോൾ അവിടെ പോയിട്ട്, അപ്പോൾ നേരത്തെ ലിസി വളരെ രുചികരമായ ഫുഡ് അവിടെ ഉണ്ടാക്കുന്ന കാലത്ത്, ഇതേപോലെ തിരക്കില്ലാത്ത കാലത്തും എല്ലാ കാലത്തും അവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും നമ്മൾ ഇന്ന് ലിസിയിൽ അവിടെ തിരക്ക് തുടങ്ങി, ഹോട്ടൽ തിരക്ക് തുടങ്ങി. ഭയങ്കര തിരക്കാണ്, ആളുകൾ ക്യൂ ആണ്. അവിടെ ഫുഡ് കിട്ടാൻ വലിയ പാടാണ്. നമുക്കിന്ന് പോയി നോക്കാം. ഇന്ന് ലിസി ഹോട്ടലിൽ ഉച്ചഭക്ഷണം കഴിക്കാമെന്നുള്ള താല്പര്യത്തിലാണ് പോകുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ നിന്നായിരുന്നു കഴിക്കൽ. ഇപ്പോൾ കുറേ ഈ തിരക്ക് കൂടിയപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ പൊതുവേ വരവ് കുറവാണ്. വളരെ രുചികരമായ ഉള്ള തിരക്കാണ്. ഫുള്ള് സീറ്റ് ഉണ്ട് ഇവിടെ. അവിടെ ഉണ്ടല്ലേ, അവിടെ കേട്ടാൽ ഇതാ ഭക്ഷണം എല്ലാം പൊരിച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വറുത്ത മത്സ്യം, ആ വാസന തന്നെയാണ് ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. എല്ലാ ഐറ്റംസും. ഞാൻ 30 വർഷമായിട്ട് ഉച്ചക്ക് ഊണ് കഴിക്കുന്ന ഇവിടെയാണ്. ഇപ്പോൾ കുറച്ച് വരവ് കുറച്ച് തിരക്ക് കൂടിയപ്പോൾ നമ്മൾ പിന്മാറി. ഏതായാലും ഞാനൊരിക്കൽ ജനം TV-യുടെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഹലാൽ ഫുഡിൻ്റെ തർക്കം വന്നപ്പോൾ എൻ്റെ ഹലാൽ ഫുഡ് എന്ന് പറയുന്നത് ലിസിയിലെ ഭക്ഷണമാണ്. കാരണം വൃത്തി, രുചി, ഈ 2 കാര്യമാണ് എന്നെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഹലാൽ ഫുഡ് ഈ ലിസിയിലെ ഫുഡാണ്. അപ്പോൾ നോക്കിയാൽ കാണാം, ഒരു സഹോദരന്മാർ 5 സഹോദരന്മാർ, 5 ആളല്ലേ. സുമാരേട്ടനുള്ള കാലത്ത് അദ്ദേഹമായിരുന്നു ചോറ് വിളമ്പി തരൽ. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. ഇവർ 5 സഹോദരന്മാരും സഹോദരിയും ഒറ്റക്കെട്ടായിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് ഈ ഹോട്ടൽ നടത്തുകയാണ്. ഏതായാലും നമ്മൾ ഉച്ചഭക്ഷണം നമുക്ക് കഴിച്ചു നോക്കാം. കണ്ടോ, ഇവിടെ ഈ വറുക്കുന്നതൊക്കെ നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ, യഥാർത്ഥത്തിലുള്ള വെളിച്ചെണ്ണയിൽ വളരെ കൃത്യമായി അതാത് സമയത്ത് മാറ്റി വെളിച്ചെണ്ണ മാറ്റി, അങ്ങനെ നല്ല ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവർ കൊടുക്കുന്നത്. അത് ആളുകൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഈ മത്സ്യമൊക്കെ തന്നെ കൃത്യമായി വെളിച്ചെണ്ണയിൽ വറുത്ത്, അത് ഓരോരുത്തരും അവർ തന്നെ നേരിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ആളുകൾക്ക് കാണാം. ഉള്ളിൽ കൊണ്ടുപോയിട്ട് വറുക്കുന്നതല്ല എല്ലാവർക്കും. തന്നെയാൽ ഇവിടെ ഈ മത്സ്യമൊക്കെ രാവിലെ തന്നെ ഇവർ തന്നെ കോഴിക്കോട് മാർക്കറ്റിൽ പോയി ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള നല്ല മത്സ്യം മാത്രം തിരഞ്ഞ് വാങ്ങി കൊണ്ടുവന്ന് വറുത്തെടുത്ത് കൊടുക്കുന്നതാണ്. അവിടെ എന്താ വറുക്കുന്നത്? ഇത് അയക്കൂറ, അയക്കൂറ അവിടെ പോയിന്ന് അവിടെ കപ്പ വറുത്ത് കൊടുക്കുന്നതാണ്. കണ്ട് കൺമുമ്പിലാണ്. നല്ല കഴുകി ഒക്കെ റെഡിയാക്കി വെച്ച നാക്കലയാണ്. ഐറ്റം ഒന്ന് എണ്ണി വെക്കാം. 1 ചോറിന് ഇപ്പോൾ എത്ര ഈടാക്കുന്നത്? 70 രൂപ അല്ലേ? 1, 2, 3 സദ്യയെ കവച്ച് വെക്കുമ്പോൾ എല്ലാ ദിവസവും. ഇതൊരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ഉള്ള. അഞ്ചാമത്തെ ഐറ്റം വന്നു, 6ാമത്തെ ഐറ്റം വന്നു. കല്യാണത്തിന് ഒക്കെ വെച്ചു. 6 വന്നു. എല്ലാം നല്ല രുചിയുള്ള, വെറുതെ പറയുന്നല്ല, നല്ല രുചിയുള്ള ഫുഡാണ്. അതുകൊണ്ടാണ് ഈ തിരക്കും ജനക്കൂട്ടം വന്ന് നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. ഇവർ ഇതിൻ്റെ ഉള്ളിലൊരു സൗകര്യം അടുക്കളയിൽ തന്നുകൊണ്ടാണ് എനിക്കിന്ന് ഫുഡ് കിട്ടിയത്. അല്ലെങ്കിൽ കഴിക്കാനാകില്ല, അത്രയും തിരക്കാണ്. അപ്പോൾ ആയി. ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9 പപ്പടം അടക്കം 10 അപ്പോൾ 70 ഉറുപ്പ്യൻ്റെ ചോറാന്ന് പറഞ്ഞു. വെറും 70 ഉറുപ്പ്യൻ്റെ ചോറാണിത്. ഇതാ ചമ്മന്തി, ഇതാ ഓരോ ഐറ്റവും. നിങ്ങൾ എല്ലാ ദിവസവും ഇവിടുന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? എല്ലാ ദിവസവും ഇല്ല, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നില്ലെങ്കിൽ ഇവിടെ വരിക. ഇപ്പോൾ തിരക്കായതുകൊണ്ട് പിന്മാറലാണ്, അടുക്കാൻ കഴിയല. അപ്പോൾ ജനക്കൂട്ടമാണ്. കാരണം ഈ
പറയാനൊന്നുമില്ല, രുചിയുള്ള നല്ല ഫുഡാണ്. പൈസ അല്ല, ആളുകൾ തേടി വരും അവിടെ. ചോറ് കുറച്ച് എങ്ങനെയുണ്ട്? കഴിക്കാൻ തുടങ്ങാണ്. ഇതാ കറിയോടെ വന്നാൽ കറിയൊക്കെ ഇവിടെ ഉണ്ട്, 3 കറിയും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവരൊഴിച്ചു തരുന്നതാണ് അതിൻ്റെ ഒരു സന്തോഷം. വരട്ടെ ആയിക്കോ. വരെ സാമ്പാറാണ് ബ്രാൻഡ്. അതാ വന്നിക്കാം, എല്ലാം വരട്ടെ. ആദ്യം സാമ്പാർ കൊണ്ടുവരും. സാമ്പാറാണ് ബ്രാൻഡ് ഇവരെ. ആയി പീസ് വേണ്ട, കറിക്ക് കറി വേണ്ട. അതിൻ്റെ കൂടെ ഉണ്ടാവും ചെറിയൊരു പീസ് വേണ്ടെന്ന് പറഞ്ഞാൽ. ഒരു പീസ് ഫ്രീ മീനും അതിൻ്റെ കൂടെ ഉണ്ട്. ചെറിയ രാവിലെ പച്ചക്കറിയില്ലേ? അമ്മ നമ്മൾ ഈ 70 ഉറുപ്പ്യൻ്റെ ഊണിലുള്ള സാധനങ്ങൾ ഒന്നുകൂടി എണ്ണാം. ചോറ്, സാമ്പാർ, പരിപ്പ് കറി, മത്സ്യക്കറി, പിന്നെ അതാ 1. അപ്പോൾ 1 2 3 1 2 3 കറി, 4 5 6 7 8 9 10 11 12 13 ഐറ്റംസാണ് ചോറിൻ്റെ കൂടെ ഉള്ളത്. ഇനിയുള്ളത് സ്പെഷ്യലാണ്. പായസം വേണം. ഓണസദ്യ, ഒരു ഓണസദ്യയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്, സ്പെഷ്യലാണ്. ഏയ് നമ്മൾ പൊരിച്ചത് വെക്കുന്നത് ഏതൊന്ന് വെച്ചോളി. അത് എന്നാ സ്രാവ് ആയിക്കോട്ടെ. ഇന്ന് നമ്മൾ വാങ്ങുന്നത് സ്രാവാണ് വറുത്തത്. എല്ലാം ഉണ്ട് നമുക്ക്. ഇന്ന് സ്രാവ് വറുത്തതാണ് സ്പെഷ്യൽ. ഒന്ന് നമ്മളതാ വാങ്ങുന്നത്. നല്ല സ്രാവ്, നല്ല പുതിയ സ്രാവാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം. പുതിയ സ്രാവാണ്, കണ്ടാൽ തന്നെ അറിയാം. നല്ല രുചികരമായ സ്രാവാണ്. എല്ലാം ഉണ്ട്, അയക്കുറയൊക്കെ. നമ്മൾ തൽക്കാലം ഒന്ന് സ്രാവാണ് കഴിക്കുന്നത്. നല്ല രുചികരമായ ഫുഡ്, ഉച്ചഭക്ഷണം മനസ്സറിഞ്ഞ് കഴിക്കാനും നല്ല ചൂടുണ്ട്. ഈ തിരക്കുള്ളതുകൊണ്ടാണ് ഇവർ ഈ അടുക്കളയിൽ ചെറിയ സൗകര്യപ്പെടുത്തി നമ്മൾ കഴിപ്പിച്ചത്. ഏതായാലും നല്ല രുചികരമായ ഫുഡാണ്. ഈ രുചീൻ്റെ മുകളിൽ ഈ ചൂടൊക്കെ ഇതിനുള്ളിൽ പൊതുവേ ചൂടാണെന്ന് ഉറപ്പാണല്ലോ, പക്ഷെ ആ ചൂട് മറന്ന് കഴിക്കാൻ കഴിയുന്നുണ്ട്. നല്ല ഫുഡാണ്, രുചികരമായ ഫുഡാണ്. പ്രശ്നം തിരക്കാണ്. ആ തിരക്ക് കഴിഞ്ഞ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ കുറച്ച് നേരത്തെ വരിക. 12 മണി 12:15 വന്നാൽ ഭക്ഷണം കഴിച്ച് നേരത്തെ കഴിച്ചു പോകാം. പിന്നെ പള്ളിയിൽ പോകാത്ത ആളുകൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നേരത്തെ വന്നാലും തിരക്കൊഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ അതവിടെ പായസം, അത് സ്പെഷ്യലാണ്. നല്ല പായസം. ഞാൻ പിന്നെ വല്ലാതെ മധുരം കഴിക്കാത്തതുകൊണ്ട് പായസം ഒഴിവാക്കിയതാണ്. നല്ല രുചികരമായ ഈ പായസമൊക്കെ അതൊരു ഓണത്തിനൊക്കെ ഒരു വീട്ടിലുണ്ടാക്കുന്ന തരത്തിലുള്ള പായസമാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഒന്നിനും ബീഫുണ്ട്, അതേപോലെ ഒരു ഭാഗത്ത് മത്സ്യം വറുക്കുന്നു. നല്ല അതിൻ്റെ ഒരു വാസന തന്നെ മതി, മത്സ്യം കഴിക്കണമെന്നില്ല. നല്ല എല്ലാ ചട്ടിയിലും 5-8 ചട്ടിയിലായിട്ട് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. എടുത്താൽ വീണുക. നല്ല അയക്കൂറുണ്ട്, സ്രാവുണ്ട്, അങ്ങനെ ആവോലിയുണ്ട്, വിവിധ മത്സ്യങ്ങൾ. മിതമായ വില, ഈ മത്സ്യത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ മിതമായ വിലക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. ഇതൊക്കെ തന്നെ ആളുകൾ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കര തിരക്കാണ് ഇവിടെ. ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നല്ല ബീഫുണ്ട്, ഒന്നിനും കുറവില്ല, എല്ലാം ഉണ്ട്. ബീഫുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ബീഫ് കറിയുണ്ട്. അടുപ്പം നല്ല ബീഫ് അവിടെ വെന്ത് കിടക്കുകയാണ്. മത്സ്യക്കറി, അതേപോലെ നല്ല കൂന്തൽ നല്ല കൂന്തൽ സ്പെഷ്യലാണ്. അതൊക്കെ എല്ലാ ഐറ്റംസും അടുപ്പത്തപ്പം തന്നെ. പിന്നെ മറ്റ് വിഭവങ്ങൾ, ബിരിയാണി ഉണ്ട്, ഇതൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട്. 1952 ഇവരുടെ പിതാവ് സുകുമാരേട്ടൻ തുടങ്ങിയ ഹോട്ടലാണ് ലിസി ഹോട്ടൽ. ഇന്ന് വലിയ പത്രാസൊന്നും ഇല്ലെങ്കിലും ഭക്ഷണത്തിന്റെ ഗുണമേന്മ കൊണ്ട് 50-100 വരെ ആളുകൾ പുറത്ത് പൊരിവെയിലത്ത് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹോട്ടലായി സ്വന്തം പ്രവർത്തനം കൊണ്ട് ഈ ഹോട്ടൽ മാറിയിരിക്കുകയാണ്. ഇവിടെ എയർ കണ്ടീഷണർ ഇല്ല, നല്ല ചൂടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആളുകൾക്ക് ലിസിയിലെ ഭക്ഷണം തന്നെ കഴിക്കണം. ഇന്ന് സുകുമാരേട്ടൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ 3 മക്കള് ലാലു,
ലിജു, ലൂബി, ഈ 3 ആളുകൾ, 3 മക്കള് ആ പാരമ്പര്യം അച്ഛൻ എങ്ങനെയാണോ ഈ ഹോട്ടലിൽ ജനങ്ങളുടെ വിശ്വാസം അറിഞ്ഞിട്ട് കൊണ്ടു നടന്നത് അതേ രൂപത്തിൽ ഈ 3 മക്കളും കൊണ്ടു നടക്കാണ്. ഇവരെ സഹോദരി ഉണ്ട് ലിസി, എത്തിയില്ലല്ലോ. ലിസിയുടെ പേരിലാണ് ഹോട്ടൽ. ഈ 3 പേരും അവിവാഹിതരാണ്. അതെനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിലുള്ളൊരു പ്രയാസമാണ്. കാരണം സഹോദരിയുടെ ഭർത്താവ് അവിചാരിതമായി മരണപ്പെട്ടു. അപ്പോൾ ആ ഒരു ദുഃഖത്തിൽ ഇവരൊക്കെ തന്നെ വിവാഹം തന്നെ വേണ്ട, സ്വന്തം സഹോദരിയുള്ള സ്നേഹത്തിന് ഞങ്ങൾക്കും അങ്ങനെ ഒരു സന്തോഷം വേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ വൈകി ഇപ്പോൾ വിവാഹം തന്നെ അങ്ങ് മറന്ന 3 ആളുകളാണ്. പക്ഷെ അവർ ഈ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? രാവിലെ നിങ്ങൾ ഈ മത്സ്യം നല്ല ഗുണമേന്മയുള്ള മത്സ്യം എവിടെ കിട്ടും? അതെങ്ങനെ നിങ്ങൾ തന്നെ പോയിട്ട് എടുക്കാം? എവിടെ പോയിട്ട് എടുക്കും? മാർക്കറ്റിൽ പോയിട്ട് എടുക്കുന്ന സ്ഥലമാണ്. അപ്പൊ അത് ഇപ്പൊ ഞങ്ങൾ എടുക്കുന്നവരെ ബാപ്പനെ എടുക്കുന്നതാണ്. അച്ഛൻ ഇപ്പൊ എടുക്കുന്നവരെ ബാപ്പയായിട്ടാണ് ഡീലിംഗ്. ഇപ്പൊ ഞങ്ങൾ 2 മക്കളായിട്ട് അവരോട് തന്നെ വാങ്ങുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു 40-45 കൊല്ലമായിട്ട് അവരുടെ തന്നെ എടുക്കുന്നത്. സ്ഥിരമായിട്ട് ഒരാളെടുക്കും. അതായത് പേരെന്താ? മജീദ്. ബാപ്പന്റെ പേരെന്തായിരുന്നു? ബാപ്പന്റെ പേര് അച്ഛനായിട്ട് ഒരു അച്ഛനായിട്ടുള്ള ബന്ധം. പിന്നെ ഞാന് ടാറ്റ മച്ചി എന്നാ പറയാ. അപ്പൊ അവരാണെങ്കിൽ ഫ്രഷ് സാധനം ഞാൻ നോക്കലുണ്ട്. ഒരിക്കലും ഞാനിപ്പോ 10-30 വർഷമായി ഇവിടുന്ന് മത്സ്യം കഴിക്കുന്നുണ്ട്. ഒരിക്കലും ചീഞ്ഞ മത്സ്യം കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ പോയി പിന്നെ ഡെയിലി എടുക്കുന്നതാണല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് മുറിക്കുന്ന ആള് ഫിറോസ് എന്നാ പറയാം. മൂപ്പരെന്ന് അത് മാറ്റി വെക്കും. അത്രയും നല്ല മീൻ അത്രയും തരുള്ളൂ. കാരണം എന്നുള്ള ഇപ്പൊ ഫ്രീസർ ഇല്ല. ഓരോ ദിവസം പോയിട്ട് മീൻ എടുക്കും. വളരെ രുചികരമായ ഫുഡാണ് നിങ്ങൾ. ഇത്ര 12 ഐറ്റംസ് അല്ലേ കൊടുക്കുന്നത്? മൊത്തം 12 ഐറ്റംസ് ഒന്ന് ഞാൻ കഴിച്ചു. അപ്പൊ ഇന്നലെ തിരക്കൊണ്ട് എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മാത്രം തിരക്കായിരുന്നു. ആളുകൾ ഇപ്പൊ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. ആവുമ്പോൾ കഴിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാം വൃത്തിയോട് കൂടി കാര്യങ്ങൾ കൊടുക്കുക. നല്ല രുചി, നല്ല നിലവാരം, മിതമായ റേറ്റ്. അതാണ് ഈ ഹോട്ടലിന്റെ പ്രത്യേകത. അപ്പൊ ആളുകളെ ഇതിന് വിപുലീകരിക്കാൻ പദ്ധതി ഉണ്ടോ? വിപുലീകരിക്കാനുള്ള പദ്ധതി ഉണ്ട്. പക്ഷെ ഞാൻ ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾക്ക് ഉഷാറാവട്ടെ, വലിയ ഹോട്ടലാക്കി മാറ്റണം. അതോടൊപ്പം വിവാഹം മറക്കരുത്. 3 ആളും വിവാഹം ചെയ്യണം. ആ കാര്യം ആ കാര്യം ജീവിതത്തിൽ നമ്മുടെ ഒരു അടുത്ത തലമുറ വേണ്ടേ? അപ്പൊ അച്ഛൻ കഴിയും, നിങ്ങൾ അടുത്ത തലമുറ വേണം. അപ്പൊ എല്ലാം വേണം. സന്തോഷാവട്ടെ, എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷാവട്ടെ. ഹോട്ടൽ കൂടുതൽ വളരട്ടെ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നുകൊണ്ട് നിങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡായിട്ടാണ് ഞാനത് കാണുന്നത്. അല്ല, ഞാനൊന്നും എല്ലാവരോടും പറയലുണ്ട്. ഞാൻ ചാനൽ ചർച്ചയിലടക്കം ഈ ഹോട്ടലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ അതിന്റെ ഗുണമേന്മ ഉണ്ടാകും. വളരെ സന്തോഷം. ഈ കാര്യങ്ങളൊക്കെ നന്നായി പോട്ടെ. കൂടുതൽ നല്ല രൂപത്തിൽ ആളുകളുടെ വിശ്വാസം കൂടുതൽ ആർജിക്കാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം.